بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل محمد. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ പദവിയിലേക്ക് വന്ന മറ്റൊരു മഹദിയാണ് സൈനബ ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. നല്ല ദാനശീലവും വിനയവും അതോടൊപ്പം സ്വയം തൊഴിലെടുത്ത് ജീവിക്കുക ഇങ്ങനെയുള്ള ഒട്ടേറെ ഉത്തമ ഗുണങ്ങളിലൂടെ മാതൃക സൃഷ്ടിച്ച മഹദിയാണ് സൈനബ ബീവി റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയായിരുന്ന ഉമൈമ ബീവിയുടെ മകളാണ് സൈനബ് ബീവി. അമ്മായി എന്ന പേര് ഓരോ നാടിൻ്റെ ഗതികൾക്കനുസരിച്ച് പേരിലും ആളിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിലും ഇവിടെ റസൂലുള്ളാഹിൻ്റെ ബാപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയാണ് ഉമൈമ ബീവി. ആ വകുപ്പിലാണ് അമ്മായി എന്ന പേര് ഇവിടെ പറഞ്ഞത്. റസൂലുള്ളാഹിൻ്റെ ഭാര്യ പദവിയിലേക്ക് വരുന്നതിന് മുമ്പ് സൈനബ ബീവിയെ സെയ്ദ് ബിൻ ഹാരിസ് എന്നയാളാണ് കല്യാണം കഴിച്ചത്. സെയ്ദ് ബിൻ ഹാരിസ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ ഭാര്യയായിരുന്ന ഖദീജ ബീവി റസൂലുള്ളാഹിക്ക് സമ്മാനമായി കൊടുത്ത അടിമക്കുട്ടിയാണ്. സെയ്ദ് സത്യത്തിൽ അടിമയല്ലായിരുന്നു. സെയ്ദ് റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിൽ ഉമ്മയുടെയും ബാപ്പയുടെയും കൂടെ കുടുംബ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ കൊള്ളസംഘം തട്ടിയെടുത്ത കുട്ടിയായിരുന്നു സത്യത്തിൽ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. അവരെ ഒക്കാദ് ചന്തയിൽ കൊണ്ടുപോയിട്ട് സെയ്ദിനെ വിറ്റു. ഹക്കീബ് ബിൻ ഹസാം എന്ന ആള് ഖദീജ ബീവിയുടെ അടുത്ത കുടുംബക്കാരനാണ്. അദ്ദേഹം കുട്ടിയുടെ ചുറുചുറുക്ക് കണ്ടപ്പോൾ, കാണാൻ നല്ല അഴകുണ്ട്, അത്യാവശ്യം നല്ല ചുറുചുറുക്കുണ്ട്, ഇത് കണ്ടപ്പോൾ സെയ്ദ് ബിനു ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ ഹക്കീം ബിൻ ഹസാം തൻ്റെ അമ്മായിയായ, അതായത് ബാപ്പയുടെ സഹോദരിയായ ഖദീജ ബീവിക്ക് ആ കുട്ടിയെ കൊടുത്തു. ഖദീജ ബീവി കച്ചവടക്കാരത്തിയാണ്. അത്യാവശ്യം ആ വിഷയത്തിനൊക്കെ ഈ കുട്ടിയെ ഉപയോഗപ്പെടുത്താനും പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചപ്പോൾ മുത്തുനബിയുടെ സേവകനായിട്ട് സെയ്ദ് ബിൻ ഹാരിസിനെ ഖദീജ ബീവി കൊടുത്തു. ഒരു ദിവസം ഹാരിസ്, അതായത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബാപ്പ, കുട്ടിയെയും തിരക്കി വന്നു. കുറേ നാളായി കുട്ടിയെ അന്വേഷിക്കുന്നു. അങ്ങനെയാണ് മക്കയിൽ ഖദീജ ബീവിൻ്റെ വീട്ടിൽ കുട്ടിയുണ്ടെന്ന് അറിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ന് മുത്തുനബി പ്രവാചകനായിട്ടില്ല, 25-26 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ഈ സമയത്താണ് കുട്ടിയെ അന്വേഷിച്ചിട്ട് ബാപ്പ ഹാരിസയും സഹോദരനും വന്നത്. അവർ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടി അടിമക്കുട്ടിയല്ല, പക്ഷെ യാത്രാവേളയിൽ കൊള്ളസംഘം തട്ടിയെടുത്തതാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തിരിച്ചു തരാം, എനിക്ക് എൻ്റെ മകനെ തിരിച്ചു തരണം എന്ന് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നേ നീതിബോധത്തിൻ്റെ പര്യായമാണല്ലോ. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാം, എന്നിട്ട് നിങ്ങൾ അവനോട് സംസാരിച്ചോളൂ. അവൻ നിങ്ങളെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെ കൂട്ടിക്കോ. അതേസമയത്ത് എന്നെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്നെ സെലക്ട് ചെയ്താൽ പിന്നെ ആ കുട്ടിയെ തിരിച്ച് നിർബന്ധിച്ച് നിങ്ങളോട് പറഞ്ഞേക്കാന്നുള്ളത് പ്രയാസമാണ്, നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി വിളിച്ചു. ചെറിയ മോനാണ്. വന്നു, ബാപ്പനെയും സഹോദരനെയും കണ്ടു. മുത്തുനബി പറഞ്ഞു, മോനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്, മോനിക്ക് വേണമെങ്കിൽ പോകാം, നിന്റെ തീരുമാനം, നിന്റെ ആഗ്രഹവും പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി മാറിയെന്നു. ബാപ്പയും സഹോദരനും സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ചു. ആ സംസാരത്തിൽ ഒരു തിരിഞ്ഞു വന്നതാണ്, എനിക്ക് ഈ മുഹമ്മദ് നബിയിൽ, അന്ന് റസൂൽ നബി ആയിട്ടില്ല, ഈ മുഹമ്മദിൽ ഒരുപാട് കാര്യങ്ങൾ വ്യത്യസ്തമായി തോന്നുന്നുണ്ട്. ഞാൻ മുഹമ്മദിൻ്റെ കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു, ബാപ്പൻ്റെ കൂടെ വരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. ഒരു പ്രവാചകനാകുന്നതിൻ്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് ചെറിയ കുട്ടിയായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് ബാപ്പയേക്കാൾ താല്പര്യം മുത്തുനബി തങ്ങളോട് തോന്നി. ബാപ്പാനോട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, അവൻ്റെ താല്പര്യം ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിന്നോട്ടെ, ഞാൻ എൻ്റെ മകനെ പോലെ കുട്ടിയെ സംരക്ഷിക്കാം. സമ്മതിച്ചു. അതിനുശേഷം സെയ്ദ് ബിൻ ഹാരിസ് എന്ന പേര് പലപ്പോഴും റസൂലുള്ളാഹിൻ്റെ കൂടെ തന്നെ ആളുകൾ കണ്ടിട്ട്, റസൂലുള്ളാഹിൻ്റെ പെരുമാറ്റം, കുട്ടിയോടുള്ള സ്നേഹം കണ്ടിട്ട് പലരും പിൽക്കാലത്ത് വിളിച്ചിരുന്നു സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന്. സെയ്ദ് ഇപ്പോൾ വളർന്നു വലുതായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായപ്പോൾ ആദ്യഘട്ടത്തിൽ ഇസ്ലാം വിശ്വസിച്ച പലരിൽ ഒന്നാമത്തെ, അതല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ വിശ്വസിച്ച ആളുകളുടെ കൂട്ടത്തിൽ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. ഈ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് ബിൻത്ത് ജഹ്ഷുമായിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പ്രധാനപ്പെട്ട കാരണമുണ്ട്. നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തായ തങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അവിടത്തോടുള്ള മഹബത്ത് വർദ്ധിക്കാനും ഒരു നിമിത്തമായി നമ്മുടെ ഈ സൽപ്രവൃത്തിയെ കബൂൽ ചെയ്യുമാറാവട്ടെ.